ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് നല്ല ആവോലി കിട്ടിട്ടോ. അതുകൊണ്ട് നമ്മളിന്ന് ആവോലി പൊള്ളിച്ചതുണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും ഇറ്റ്സ് മീ അമരാൻ്റെയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ഈ മസാല ഒന്ന് ഇതിലേക്ക് പിടിക്കുന്നത് വരെ അത്രയും റെസ്റ്റ് ചെയ്താൽ മതി. കുറേ കാലമായിട്ട് ഇവിടെ അങ്ങനെ ആവോലി നല്ലപോലെ കിട്ടല്ലേന്നും. അപ്പം നല്ല രാവിലെ കിട്ടിയപ്പം പൊള്ളിക്കാൻ ഭയങ്കര ഒരു കൊതി. അതാണ് ഇന്ന് പെട്ടെന്ന് തന്നെ വേഗം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ ഉച്ചയ്ക്കത്തേക്ക്. അങ്ങനെ ഇതാ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും ചെയ്യുന്നില്ല, 1-2 ഇത് പൊള്ളിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പൊരിച്ചിട്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുകയാണ് ചോറിന് കേട്ടോ. ഒരു കൊതിക്ക് വേണ്ടിയിട്ട് 1-2 മാത്രം ചെയ്തതാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ പാനിലേക്ക് ഇട്ടു. ഇനി ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി മറ്റേ സൈഡ് കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അല്ലാതെ അങ്ങ് ആവുന്നുണ്ട്, കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പൊള്ളിക്കുമ്പോഴും വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇതൊരു ഷാലോ ഫ്രൈ ജസ്റ്റ് ആയാൽ മതി. ബാക്കിയുള്ള നമ്മൾ ഉച്ചയ്ക്ക് ബാക്കിയുള്ള കഴിക്കാനുള്ള മീനുകൾ കുറച്ചുകൂടി നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. എന്നിട്ട് പൊള്ളിക്കാനുള്ള അവലി മാത്രം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. ഏകദേശം ഇതാ ഇപ്പോൾ എല്ലതും 2 സൈഡും ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആവോലിയൊക്കെ മാറ്റാം. ഓക്കെ, എന്നിട്ടൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാനിൽ തന്നെയാണ് നമ്മൾ പൊള്ളിക്കണതിനുള്ള മസാല ഉണ്ടാക്കുന്നത്. മസാല ഞാൻ ചെറിയുള്ളിയാണ് എടുത്തത്. സവാള എടുക്കണമെങ്കിൽ സവാള എടുക്കുക, കുഴപ്പമില്ല. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇത്രയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ട ഐറ്റംസ്. പിന്നെ പൊടികളും. ഇതെല്ലാം കൂടി ആദ്യം നമ്മളെ എന്താ പറയുക പാനിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലും കൂടി കരുതണം ലാസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് ഞാൻ തക്കാളി ചേർത്തത്. തക്കാളി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞത് കേട്ടോ. അങ്ങനെ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിക്കുമ്പോൾ ചേർത്ത മസാലകളില്ലേ അതെല്ലാം കൂടി ഒന്നുകൂടി ചേർക്കുക. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എന്താ പറയുക, പിന്നുള്ളത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്. പിന്നെ ഇപ്പോൾ മസാലയിൽ മാത്രം കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ മാറി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് മസാല ഒന്ന് കുഴമ്പൽ രൂപത്തിലാവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്താണ് നമ്മുടെ മസാല പൊള്ളിക്കുന്നതിനുള്ള മസാല റെഡി. നമുക്കിനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പൊള്ളിക്കുന്നതിനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ മീൻ റെഡിയായി, വാഴയില എടുത്തു, ചെറിയ സ്ക്വയർ പീസാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലും ശരിക്കും മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മളതിലേക്ക് കുറച്ച് മസാല ആദ്യം ഇടുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മീൻ വയ്ക്കാം. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി മസാല ഇട്ടിട്ട് ഇത് നല്ലതുപോലെ മടക്കിയിട്ട് ഞാനിതിൻ്റെ വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ വെച്ച് കെട്ടിയിരിക്കണം കേട്ടോ. ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ 2 മീനിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 മീനെ ഞാൻ പൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാനില്ലേ അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കെട്ടി വെച്ച ഇല മീനും അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിടുക. എന്നിട്ട് ഇലയുടെ കളറ് മാറുമ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനെന്താ റെഡി ആയപ്പം അടുപ്പ് ഓഫ് ചെയ്തു. നമ്മൾ വേറെ സർവിങ് പാത്രത്തിലേക്ക് പൊള്ളിച്ച മീനിനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇതൊന്ന് തണുത്തൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിത് പൊളിച്ച് നോക്കാം. ഏകദേശം നമ്മൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ കേട്ടോ. നമ്മളിത് പൊള്ളിച്ച മീൻ റെഡിയായി. ഇനി ഞങ്ങൾ ചോറിനട്ടെ, നിങ്ങളും പോയി ചോറിന് വരൂ. ഓക്കെ, ബൈ.